ഹായ് ഓൾ, എല്ലാവർക്കും എക്സാം പോയിന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് 8th ഫിസിക്സിന്റെ 4th ചാപ്റ്റർ ആയിട്ടുള്ള മാഗ്നറ്റിസം അഥവാ കാന്തികതയെ പറ്റിയാണ്. ഈ ഒരു ചാപ്റ്റർ തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മാക്സിമം പബ്ലിക്കേഷൻസിന്റെ എക്സാം പോയിന്റ് എന്ന ഗൈഡാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് നോക്കിയാലോ. ഈ ഒരു ചാപ്റ്ററിൽ ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് നാച്ചുറൽ മാഗ്നറ്റ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്, സ്വാഭാവിക കാന്തങ്ങളും കൃത്രിമ കാന്തങ്ങളും. നോക്കിയാലോ. മാഗ്നറ്റ്സ് ഒബ്റ്റെയിൻഡ് ഡയറക്ട്ലി ഫ്രം നേച്ചർ ആർ നാച്ചുറൽ മാഗ്നറ്റ്സ്. പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന മാഗ്നറ്റ്സ് ഉണ്ട്, കാന്തങ്ങളുണ്ട്. അവയാണ് നാച്ചുറൽ മാഗ്നറ്റ്സ് അഥവാ സ്വാഭാവിക കാന്തങ്ങൾ എന്നറിയപ്പെടുന്നത്. നൗവേഡേയ്സ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആർ യൂസ്ഡ് കോമൺലി. എന്നാൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആണ്, കൃത്രിമ കാന്തങ്ങളാണ്. സം മാഗ്നറ്റ്സ് നോൺ ടു അസ് ഓൺ ബേസിസ് ഓഫ് ദെയർ ഷേപ്പ്. പല കാന്തങ്ങളും നമുക്ക് അറിയാൻ കഴിയുന്നത് അവരുടെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ കാന്തങ്ങളും പല ഷേപ്പിലാണ് കാണപ്പെടുന്നത് അവരുടെ ഉപയോഗം അനുസരിച്ച്. ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് മാഗ്നറ്റ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന്റെ ബേസിൽ കുറച്ച് ഫിഗേഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഏതൊക്കെയാണ് മാഗ്നറ്റ്സ് എന്ന് നോക്കിയാലോ. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഒരു ബാർ ഷേപ്പ്ഡ് മാഗ്നറ്റ് ആണ്. സോ അതിന്റെ പേരെന്ന് പറയുന്നത് ബാർ മാഗ്നറ്റ്. ബാർ മാഗ്നറ്റ്. ഓക്കെ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് നീഡിലാണ്, കാന്തിക സൂചിയാണ്. അതെപ്പോഴും ഒരു നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. തേർഡ് വൺ എന്ന് പറയുന്നത് ഒരു യു ഷേപ്പ്ഡ് മാഗ്നറ്റ് ആണ്. പേരിൽ തന്നെയുണ്ട്, ഒരു യു ഷേപ്പ്ഡ് ആയിട്ട് ഉള്ളത് കൊണ്ടാണ് അതിന് യു ഷേപ്പ്ഡ് മാഗ്നറ്റ് എന്ന പേര് വന്നത്, യു ഷേപ്പ്ഡ് മാഗ്നറ്റ്. ഓക്കെ. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഒരു റിംഗ് മാഗ്നറ്റ് ആണ്, മോതിരത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നത് കൊണ്ട് റിംഗ് മാഗ്നറ്റ്. ഓക്കെ, റിംഗ് മാഗ്നറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സർക്കുലാർ മാഗ്നറ്റ് ആണ്, സർക്കുലാർ മാഗ്നറ്റ് ആണ്. ഓക്കെ. എന്തുകൊണ്ട് സർക്കുലാർ മാഗ്നറ്റ് എന്ന് പേര് വന്നു? കാരണം സർക്കിളിന്റെ ആകൃതിയിലാണ് അത് കാണപ്പെടുന്നത്. സോ ഇറ്റ്സ് നൈ സർക്കുലാർ മാഗ്നറ്റ്. അടുത്തതായി നമുക്ക് നോക്കേണ്ട കാര്യം, ഇഫ് എ മാഗ്നറ്റ് ഈസ് അറേഞ്ച്ഡ് ടു സസ്പെൻഡ് ഇൻ എ ത്രെഡ് ദാറ്റ് ഇറ്റ് ക്യാൻ മൂവ് ഫ്രീലി, ഇറ്റ് വിൽ അലൈൻ ഇറ്റ്സെൽഫ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഓഫ് ദ എർത്ത്. ഇവിടെ എന്താ പറയുന്നത്, ഒരു മാഗ്നറ്റിനെ എന്ത് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് കെട്ടിയിട്ടേക്കാണ്, ഒരു നൂലിൽ കെട്ടിയിട്ടേക്കാണ്. ഈ ഒരു പിക്ചറിൽ കാണിച്ചേക്കുന്നത് പോലെ ഒരു ബാർ മാഗ്നറ്റിനെ എന്ത് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് കെട്ടിയിട്ടേക്കാണ്. ഇവ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ, ഭൂമിയുടെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്ത് നിൽക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം അവ അലൈൻ ചെയ്ത് നിൽക്കുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് എ മാഗ്നറ്റ് പോസസസ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി ദാറ്റ് എ ഫ്രീലി മൂവിങ് മാഗ്നറ്റ് ഓൾവേസ്. ഒരു ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന മാഗ്നറ്റിന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ദിശ സൂചക സ്വഭാവം. ആ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ആ ഒരു മാഗ്നറ്റ് നോർത്ത് സൗത്ത് പോളിലേക്ക് അലൈൻ ചെയ്ത് നിൽക്കുന്നത്. ദ എൻഡ് ഓഫ് ദ മാഗ്നറ്റ് പോയിന്റിംഗ് ടു ദ നോർത്ത് ഈസ് ദ നോർത്ത് പോൾ. ഭൂമിയുടെ നോർത്തിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഭാഗത്തെ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ എന്നും ആൻഡ് ദ അതർ എൻഡ് ഈസ് ദ സൗത്ത് പോൾ. സ്വാഭാവികമായിട്ടും മറ്റൊരറ്റം എന്ന് പറയുന്നത് മാഗ്നറ്റിന്റെ സൗത്ത് പോൾ എന്നുമാണ് അറിയപ്പെടുന്നത്. ആസ് ഫാർ ആസ് മാഗ്നറ്റ്സ് ആർ കൺസേൺഡ്, മാഗ്നറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ലൈക്ക് പോൾസ് റെപ്പൽ ഈച്ച് അതർ. സജാതീയ ധ്രുവങ്ങൾ എന്ത് ചെയ്യുന്നു, എപ്പോഴും വികർഷണ സ്വഭാവമാണ് കാണിക്കുന്നത്. രണ്ട് നോർത്ത് പോൾസ് ഇവ എപ്പോഴും റെപ്പൽ ചെയ്യുകയാണ് ചെയ്യുന്നത്, വികർഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു നോർത്തും ഒരു സൗത്ത് പോളാണ് വരുന്നതെങ്കിൽ അവ ആകർഷിക്കും. മാഗ്നറ്റ്സ് തമ്മിൽ അട്രാക്ട് ചെയ്യാൻ കാരണം അതൊരു നോർത്ത് പോളും സൗത്ത് പോളും ഉള്ളതുകൊണ്ടാണ്. എന്നാൽ രണ്ട് നോർത്ത് പോൾസ് ആണ് വരുന്നതെങ്കിൽ അവ റെപ്പൽ ചെയ്യുകയാണ് ചെയ്യുന്നത്, അവ ഒരിക്കലും എന്ത് ചെയ്യില്ല, അട്രാക്ട് ചെയ്യില്ല. ഓക്കെ. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് മാഗ്നറ്റിക് കോമ്പസ്, കാന്തിക കോമ്പസ്. എന്തിനായിരിക്കും ഒരു കാന്തിക കോമ്പസ് യൂസ് ചെയ്യുന്നത്? കോമ്പസ് ഈസ് എ മാഗ്നറ്റിക് നീഡിൽ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് ഫ്രീലി ഇൻസൈഡ് ആൻ അലൂമിനിയം ഓർ പ്ലാസ്റ്റിക് കേസ്. ഒരു അലൂമിനിയം കേസിനകത്തോ പ്ലാസ്റ്റിക് കേസിനകത്തോ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിവുള്ള ഒരു മാഗ്നറ്റിക് നീഡിലാണ് എന്തെന്ന് പറയുന്നത്, കോമ്പസ് എന്ന് പറയുന്നത്. When placed on a horizontal surface, the magnetic needle in it comes to rest quickly in the north-south direction. നിരപ്പായ പ്രതലത്തിൽ ഈ മാഗ്നറ്റിക് കോമ്പസ് വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് വടക്ക് തെക്ക് ദിശയിൽ വന്നു നിൽക്കുന്നു. Hence, this instrument is used to find the direction. അതുകൊണ്ട് ഈ ഒരു ഉപകരണത്തെ ഡയറക്ഷൻ നോക്കാനായിട്ട്, ദിശ നോക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് എർത്ത് ആസ് എ മാഗ്നറ്റ്, ഭൂമി ഒരു കാന്തം. നോക്കിയാലോ. ദ എർത്ത് ആക്ട് ലൈക്ക് എ ലാർജ് മാഗ്നറ്റ്. ഒരു വലിയ മാഗ്നറ്റ് ആയിട്ടാണ്, വലിയൊരു കാന്തമായിട്ടാണ് നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ദിസ് വാസ്
ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ ദ സയൻറ്റിസ്റ്റ് വില്യം ഗിൽബർട്ട്. വില്യം ഗിൽബർട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. എന്താണ് അദ്ദേഹം കണ്ടുപിടിച്ചത്? അദ്ദേഹം എന്താണ് കണ്ടുപിടിച്ചത്? ഹി ഫൗണ്ട് ഔട്ട് ദാറ്റ് ജസ്റ്റ് ആസ് ദ എർത്ത് ഹാസ് നോർത്ത് ആൻഡ് സൗത്ത് ജോഗ്രഫിക്കലി. ഭൂമിശാസ്ത്രപരമായി ഭൂമിക്കൊരു വടക്കും തെക്കുമുണ്ട്. ഇറ്റ് ഹാസ് ദ നോർത്ത് പോൾ ആൻഡ് ദ സൗത്ത് പോൾ വെൻ കൺസിഡേർഡ് ആസ് എ മാഗ്നറ്റ്. എന്നാൽ ഒരു മാഗ്നറ്റിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ അതാണ് അതിൻ്റെ സൗത്ത് പോളും നോർത്ത് പോളും എന്ന് പറയുന്നത്, ദക്ഷിണ ധ്രുവവും ഉത്തര ധ്രുവവും എന്ന് പറയുന്നത്. ദ സൗത്ത് പോൾ ഓഫ് ദ എർത്ത്സ് മാഗ്നറ്റ്, വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ദ സൗത്ത് പോൾ ഓഫ് ദ എർത്ത്സ് മാഗ്നറ്റ് ഈസ് നിയർ ദ ജോഗ്രഫിക് നോർത്ത് പോൾ. എർത്തിൻ്റെ ജോഗ്രഫിക്കലി ഉള്ള എർത്തിൻ്റെ സൗത്ത് പോൾ എന്ന് പറയുന്നത് ഭൂമിയുടെ മാഗ്നറ്റ് ആയിട്ട് നോക്കുന്ന നോർത്ത് പോളിൻ്റെ അടുത്താണ്. ആൻഡ് ഓൾസോ ദ നോർത്ത് പോൾ ഓഫ് ദ എർത്ത്സ് മാഗ്നറ്റ് ഈസ് നിയർ ദ ജോഗ്രഫിക് സൗത്ത് പോൾ. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള മാഗ്നറ്റിക് സൗത്ത് പോളിൻ്റെ അടുത്തായിട്ടാണ് ഭൂമിയുടെ നോർത്ത് പോൾ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ മാഗ്നറ്റിൻ്റെ നോർത്ത് ഇരിക്കുന്നത് ഭൂമിയുടെ സൗത്ത് പോളിലാണ്, ഭൂമിയുടെ സൗത്ത് പോൾ ഇരിക്കുന്നത് മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിലാണ്. സിംപ്ലി അത്രയേ ഉള്ളൂ. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഹൗ ഡസ് മാഗ്നറ്റൈസേഷൻ ഒക്കർ, എങ്ങനെയാണ് കാന്തികത സംഭവിക്കുന്നത്, കാന്തവൽക്കരിക്കപ്പെടുന്നത് എങ്ങനെ നോക്കാം. പ്ലേസ് ദ ഹോക്സോ ബ്ലേഡ് എ ബി ഓൺ എ ടേബിൾ. ഒരു ഹോക്സോ ബ്ലേഡ് എ ബി എന്ന് പറയുന്ന ഈ ഹോക്സോ ബ്ലേഡിന് ഒരു ടേബിളിൽ എന്ത് ചെയ്യുക, വെക്കുക. or of the north pole of the bar magnet north south starting from the end A to the end B of the table. നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഹോക്സോ ബ്ലേഡിൽ ഒരു ബാർ മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിലുള്ള അല്ലെങ്കിൽ നോർത്ത് സൗത്ത് പോളുള്ള ഒരു ബാർ മാഗ്നറ്റ് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരഗ്രം മുതൽ മറ്റൊരഗ്രം വരെ, ഒരു പോൾ മുതൽ മറ്റൊരു പോൾ വരെ ഹോക്സോ ബ്ലേഡിൽ എന്ത് ചെയ്യുക, ഉരസുക, റബ്ബ് ചെയ്യുക. റിപ്പീറ്റ് ഇറ്റ് സെവറൽ ടൈംസ് ഇൻ ദ സെയിം മാനർ. ഡയറക്ഷൻ മാറിപ്പോകാതെ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുക. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? ദ ഹോക്സോ ബ്ലേഡ് ചേഞ്ചസ് ഇൻ ടു എ മാഗ്നറ്റ്. ആ ഹോക്സോ ബ്ലേഡ് ഒരു മാഗ്നറ്റ് ആയിട്ട് മാറുകയും വിത്ത് ദ എൻഡ് എ ആസ് ദ നോർത്ത് പോൾ ആൻഡ് ദ ബി ആസ് ദ സൗത്ത് പോൾ. അതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് നോർത്ത് പോളായിട്ടും മറ്റേ അറ്റം എന്ന് പറയുന്നത് സൗത്ത് പോളായിട്ടും മാറുന്നതായിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഹോക്സോ ബ്ലേഡ് എടുക്കുക, അതിനെന്ത് ചെയ്യുക, ഒരു ബാർ മാഗ്നറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, ഉരസുക, റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരറ്റം നോർത്ത് പോളായിട്ടും ഒരറ്റം സൗത്ത് പോളായിട്ടുമുള്ള ഒരു മാഗ്നറ്റ് ആയിട്ട് മാറുന്നതായിരിക്കും. ഒരു പ്രാവശ്യം ഉരസിയതുകൊണ്ട് മാത്രമാവില്ല, ഒരുപാട് വട്ടം എന്ത് ചെയ്യുക, റബ്ബ് ചെയ്യുക. അതുപോലെ തന്നെ ബ്രേക്ക് എ സ്മോൾ പോർഷൻ ഓഫ് ദ ഹോക്സോ ബ്ലേഡ്. മാഗ്നറ്റ് ആയിട്ട് ഇരിക്കുന്ന ആ ഹോക്സോ ബ്ലേഡിനെ എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക, മുറിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ ബ്രേക്ക് ചെയ്ത ഭാഗം ഒരു നോർത്ത് സൗത്ത് പോളുള്ള ഒരു മാഗ്നറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. എവറി മാഗ്നറ്റ് ഹൗവർ സ്മോൾ ഇറ്റ് മേ ബി ഹാസ് ടു പോൾസ്. എത്ര ചെറുതായിക്കോട്ടെ മാഗ്നറ്റിന് രണ്ട് പോൾസ് ഉണ്ടാവും, സൗത്ത് പോളും നോർത്ത് പോളും. മേക്കിംഗ് എ മോണോപോൾ മാഗ്നറ്റ് ഹാസ് നോട്ട് എറ്റ് ബീൻ പോസിബിൾ. ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ് ഒരു പോള് മാത്രമുള്ള ഒരു മാഗ്നറ്റിനെ നിർമ്മിക്കുക എന്നത്. അടുത്തതായി നമുക്ക് നോക്കേണ്ട ടോപ്പിക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലം. This is an imaginary line indicating the influence of magnetic force and its direction. കാന്തിക ബലത്തിന്റെ സ്വാധീനവും ദിശയും മനസ്സിലാക്കി തരുന്ന ലൈൻസ് ഉണ്ട്, ഇമാജിനറി ലൈൻസ് ഉണ്ട്. അവയാണ് മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്, കാന്തിക ബലരേഖ എന്ന് പറയുന്നത്. ഈ ഒരു കാന്തിക ബലരേഖ എത്രത്തോളം ആ ഒരു മാഗ്നറ്റിൽ ആക്ട് ചെയ്യുന്നുണ്ട്, അതാണ് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലം എന്നറിയപ്പെടുന്നത്. It is considered to be from the south pole to the north pole inside a magnet. ആ ഒരു കാന്തിക ബലരേഖ അല്ലെങ്കിൽ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത് മാഗ്നറ്റിനകത്ത് സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കാണ്. മാഗ്നറ്റിനകത്ത് സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കാണ്. എന്നാൽ മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് എത്രത്തോളം ഉണ്ട്, അതാണ് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് നോക്കേണ്ട ടോപ്പിക്കാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, കാന്തിക ഫ്ലക്സ് സാന്ദ്രത. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ എക്സ്പീരിയൻസ്ഡ് ഇൻ ഓൾ ഡൈമെൻഷൻസ് അറൗണ്ട് ദ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിന് ചുറ്റും എന്ത് സംഭവിക്കുന്നു, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, കാന്തിക ബലരേഖ ഉണ്ടാകുന്നുണ്ട്, എല്ലാ തലങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് നോർമൽ ടു യൂണിറ്റ് ഏരിയ. ഒരു നോർമൽ യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണമാണെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഓഫ് ദാറ്റ് റീജിയൻ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രദേശത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഗ്രേറ്റർ അറ്റ് ദ പോൾസ് ഓഫ് ദ മാഗ്നറ്റ്. മാഗ്നറ്റിന്റെ കാന്തത്തിന്റെ ധ്രുവങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് അനുഭവപ്പെടുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അനുഭവപ്പെടുന്നത്. ഓൾസോ
മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ഓൾ ഡയമെൻഷൻസ് അറൗണ്ട് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിന് ചുറ്റും എല്ലാ തലങ്ങളിലും എന്ത് അനുഭവപ്പെടുന്നുണ്ട്? കാന്തിക ബലം അനുഭവപ്പെടുന്നുണ്ട്. ദിസ് റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റ് where the influence is felt is the magnetic field. ഒരു മാഗ്നറ്റിന് ചുറ്റും കാന്തിക ഫ്ലക്സ് ഉണ്ടാകുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് പെക്യുലാരിറ്റീസ് ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. കാന്തിക ബലരേഖയുടെ പ്രത്യേകതകൾ. അത് നമുക്ക് ഒരു ഫിഗർ വെച്ചിട്ട് എന്താണ് അവിടെ പറയുന്നത് നോക്കാം. ഇത് കാണിച്ചിരിക്കുന്നത് രണ്ട് ലൈക്ക് പോൾസ് ഉള്ള മാഗ്നറ്റ്സിന്റെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. ഇത് ലൈക്ക് പോൾസ് ഉള്ള മാഗ്നറ്റ്സ് ആണ്, രണ്ട് നോർത്ത് പോൾസ് വരുന്ന മാഗ്നറ്റ്സ്. ഇവിടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് എന്താണ് സംഭവിക്കുന്നത്? അവ സൈഡ് വൈസ് ആയിട്ട് ബെൻഡ് ചെയ്തു പോകുന്നു. അവർ ഇന്റർസെക്ട് ചെയ്യാതെ സൈഡ് വൈസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ബെൻഡ് ചെയ്തു പോകുന്നു. എന്നാൽ താഴെ കാണിച്ചിരിക്കുന്നത് രണ്ട് അൺലൈക്ക് പോൾസ് ആയിട്ടുള്ള മാഗ്നറ്റ്സ് ആണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അട്രാക്ഷൻ ആണ് നടക്കുന്നത്. ലൈക്ക് പോൾസിൽ റിപ്പൽഷൻ ആണ് നടക്കുന്നത് നമ്മൾ പഠിച്ചു. ഈ അട്രാക്ഷൻ നടക്കുമ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പോകുന്നത്. നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എഫക്റ്റ് വരുന്നത്. കാന്തിക ബലരേഖ പോകുന്നത് എങ്ങോട്ടാണ്? നോർത്തിൽ നിന്ന് വടക്ക് നിന്ന് തെക്കോട്ട്. പറയുന്നത് നോക്കാം. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. ഇവർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? തമ്മിൽ ഖണ്ഡിക്കുന്നില്ല, തമ്മിൽ കടന്നു പോകുന്നില്ല. എവിടെയെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഈ ഒരു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നതായിട്ട്, തമ്മിൽ കടന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ? ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. മാത്രമല്ല മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ബെൻഡ് സൈഡ് വൈസ് വെൻ ലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ്സ് കം നിയർ ഈച്ച് അതർ. ലൈക്ക് പോൾസ് വരുമ്പോൾ, ഒരുപോലുള്ള പോൾസ് അടുത്തടുത്ത് വരുമ്പോൾ, രണ്ട് നോർത്തോ രണ്ട് സൗത്തോ വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് സൈഡിലേക്ക് ബെൻഡ് ചെയ്തു പോകുന്നു. ആൻഡ് ഓൾസോ വെൻ അൺലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ്സ് കം ക്ലോസ് ടു ഈച്ച് അതർ. അൺലൈക്ക് പോൾസ് ഒരു നോർത്തും ഒരു സൗത്തും വരികയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ദ പാത്ത് ഓഫ് ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഈസ് ഫ്രം ദ നോർത്ത് പോൾ ഓഫ് ദ വൺ മാഗ്നറ്റ് ടു ദി സൗത്ത് പോൾ ഓഫ് ദ അതർ മാഗ്നറ്റ്. നോർത്ത് പോളിൽ നിന്ന്, ഒരു മാഗ്നറ്റിന്റെ നോർത്ത് പോളിൽ നിന്ന് മറ്റൊരു മാഗ്നറ്റിന്റെ സൗത്ത് പോളിലേക്കാണ് എന്ത് ചെയ്യുന്നത്? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് മൂവ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ? കാന്തിക പ്രേരണം. ഒരു കാന്തത്തിന്റെ സഹായത്തോടു കൂടി ഒരു കാന്തിക വസ്തുവിനെ കാന്തവൽക്കരിക്കപ്പെടുന്ന ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു മാഗ്നറ്റിന്റെ സഹായത്തോടു കൂടി ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ മാഗ്നറ്റൈസ് ചെയ്യുന്ന ഫിനോമിന, അതാണ് എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ കാന്തിക പ്രേരണം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന കാന്തശക്തിയെ നമ്മൾ പറയുന്നത് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്നാണ്. ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം, പ്രേരിത കാന്തശക്തി എന്നാണ് പറയുന്നത്. അപ്പം ഒരു കാന്തത്തിന്റെ സഹായത്തോടു കൂടി ഒരു കാന്തിക വസ്തുവിനെ ലഭിക്കുന്ന കാന്തശക്തിയെ നമ്മൾ പറയുന്നത് എന്താണ്? ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്നും ആ ഒരു ഫിനോമിനയെ വിളിക്കുന്നത് എന്താണ്? മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നും. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന 2-3 ഫിഗേഴ്സ് ആണ് താഴെ നൽകിയിരിക്കുന്നത്. നോക്കാം. ഒരു മാഗ്നറ്റിനെ ഹാങ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് നെയിൽസ് ആണ്, അല്ലെങ്കിൽ കുറച്ച് പിൻസ് ആണ്. നോക്കാം. ആദ്യത്തെ ഒരു പിന്ന് എന്ത് ചെയ്യുന്നു? മാഗ്നറ്റ് ആയിട്ട് മാറി അത് വീണ്ടും ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരു നെയിലിനെ അതിനെ ഹാങ് ചെയ്ത് കിടക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പിക്ചേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. സെക്കൻഡ് പിക്ചർ, രണ്ടാമത്തെ ഫിഗറിൽ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അത് മാഗ്നറ്റ് ആയിട്ട് മാറുന്നു. മാഗ്നറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യാതെ തന്നെ എന്തായിട്ട് മാറുന്നു? അത് മാഗ്നറ്റ് ആയിട്ട് മാറുന്നതാണ് കാണുന്നത്. മൂന്നാമത്തെ ഫിഗറിൽ, ഈ ഒരു ഫിഗറിൽ കാണിക്കുന്നത് ആ ഒരു ഡയറക്ഷനാണ്, അല്ലെങ്കിൽ അതിന്റെ പോൾസിനെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് താഴത്തെ ഫിഗറിൽ കാണിക്കുന്നത്. The magnetic pole formed at the farthest end of the pin. ആ ഒരു മാഗ്നറ്റിക് പോൾ, കാന്തിക ധ്രുവം എന്ന് പറയുന്നത് ആ ഒരു പിന്നിന്റെ അഗ്രഭാഗം വരെയും എത്തി നിൽക്കും. കാരണം എന്താണ്? ആ ഒരു മാഗ്നറ്റിന്റെ സഹായത്തോടു കൂടി ആ ഒരു പിന്നിനെ അല്ലെങ്കിൽ ആ ഒരു നെയിലിനെ നമ്മൾ മാഗ്നറ്റ് ആക്കി മാറ്റി. അപ്പോൾ എങ്ങനെയാണോ അതിന്റെ ടോപ്പിൽ ഉണ്ടാവുന്നത് അതുപോലെ തന്നെയാണ് അതിന്റെ ഫാർദസ്റ്റ് എൻഡിലും എന്ത് സംഭവിക്കുന്നത്? മാഗ്നറ്റിക് എഫക്റ്റ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ കാന്തിക ശക്തി ഉണ്ടാകുന്നത്. We find that the polarity developed at the farthest end is same as the tip of the magnet with which the pin is in contact. പിന്നെ ആ മാഗ്നറ്റുമായിട്ട് കോണ്ടാക്ട് വരുന്ന സ്ഥലത്തുണ്ടാകുന്ന അതേ മാഗ്നറ്റിസം തന്നെയാണ്, അതേ കാന്തിക ശക്തി തന്നെയാണ് ആ ഒരു പിന്നിന്റെ അഗ്രഭാഗത്തും ഉണ്ടാകുന്നത്. വെദർ അണ്ടർ കോണ്ടാക്ട് ഓർ വിത്തൗട്ട് കോണ്ടാക്ട്, അത് സമ്പർക്കം മൂലമായാലും സമ്പർക്കരഹിതമായാലും, അതായത് കോണ്ടാക്ട് ഉണ്ടെങ്കിലും ആ ഒരു മാഗ്നറ്റുമായിട്ട് ആ നെയിലിന് കോണ്ടാക്ട് ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും എന്ത് സംഭവിക്കുന്നു? ദ produced by an induction will be like the polarity at the farthest end and the unlike polarity at the nearer end.
അതായത് അവിടെ ഒരു മാഗ്നറ്റ് ആയിട്ട് അത് ആക്ട് ചെയ്യുന്നു. കാരണം ആ ഒരു മാഗ്നറ്റിക് ലൈൻസ് അതുവഴി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സഹായത്തോടു കൂടി അതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും അതിൻ്റെ ഓപ്പോസിറ്റ് പോളായിരിക്കും, ഇപ്പം നോർത്ത് പോളാണ് അവിടെ വരുന്നതെങ്കിൽ ഏറ്റവും താഴെ എന്തായിരിക്കും, സൗത്ത് പോളായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് സസെപ്റ്റിബിലിറ്റി ആൻഡ് റെറ്റൻറ്റിവിറ്റി, വശഗതയും റെറ്റൻറ്റിവിറ്റിയും. The ability of a magnetic substances to get magnetized under the influence of a magnetic field is susceptibility. ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സഹായത്തോടു കൂടി ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അത് മാഗ്നറ്റൈസ് ചെയ്യുവാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്, സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സഹായത്തോടു കൂടി ഒരു കാന്തിക വസ്തുവിനെ കാന്തവൽക്കരിക്കപ്പെടുവാനുള്ള കഴിവ്, അതാണ് എന്ത് പറയുന്നത്, വശഗത എന്ന് പറയുന്നത്, സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് റെറ്റൻറ്റിവിറ്റി? ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റിറ്റെയിൻ ദ മാഗ്നറ്റിസം ദസ് അക്വേർഡ്. അങ്ങനെ ലഭിച്ച മാഗ്നറ്റിസം, കാന്തികത, കാന്തിക ശക്തി എങ്ങനെ ലഭിച്ച, സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റിലൂടെ ലഭിച്ച കാന്തിക ശക്തിയെ റീറ്റെയിൻ ചെയ്യുവാനുള്ള കഴിവാണ്, നിലനിർത്തുവാനുള്ള കഴിവിനെയാണ് റെറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് നോക്കേണ്ടതാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ സോഫ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ. സോഫ്റ്റ് അയൺ, പച്ചിരുമ്പിലും ഉരുക്കിലും മാഗ്നറ്റിക് ഇൻഡക്ഷൻ എങ്ങനെ? ദ എബിലിറ്റി ടു റിറ്റെയിൻ മാഗ്നറ്റിസം അക്വേർഡ് ഈസ് വെരി ലോ. സോഫ്റ്റ് അയണിനെ സംബന്ധിച്ചിടത്തോളം മാഗ്നറ്റ് ആയിട്ട് നിൽക്കുവാനുള്ള കഴിവ്, അതിനെ ആ മാഗ്നറ്റിസം നിലനിർത്തുവാനുള്ള കഴിവ് ആർക്ക് കുറവാണ്? സോഫ്റ്റ് അയണിന്, പച്ചിരുമ്പിന് കുറവാണ്. അതായത് റെറ്റൻറ്റിവിറ്റി ഈസ് വെരി ലോ. എന്നാൽ ഈസിലി സബ്ജക്റ്റഡ് ടു മാഗ്നറ്റിക് ഇൻഡക്ഷൻ, പെട്ടെന്ന് തന്നെ മാഗ്നറ്റൈസ് ചെയ്യാൻ കഴിയും, മാഗ്നറ്റിക് ഇൻഡക്ഷനിലേക്ക്, കാന്തിക പ്രേരണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ദാറ്റ് മീൻസ് ദ സസെപ്റ്റിബിലിറ്റി ഈസ് വെരി ഹൈ. അവയുടെ വശകത വളരെ കൂടുതലാണ് സോഫ്റ്റ് അയണിന്. എന്നാൽ ഉരുക്കിനെ വെച്ച് നോക്കുമ്പോൾ ദ എബിലിറ്റി ടു റീറ്റെയിൻ ദ മാഗ്നറ്റിസം അക്വേർഡ് ഈസ് വെരി ഹൈ. കിട്ടിയ മാഗ്നറ്റിസം, ലഭിച്ച മാഗ്നറ്റിസത്തെ നിലനിർത്തുവാനുള്ള കഴിവ് സ്റ്റീലിന് വളരെ കൂടുതലാണ്. അതായത് ഒരുപാട് സമയം മാഗ്നറ്റ് ആയിട്ട് നിലനിൽക്കുവാൻ ആർക്ക് കഴിയും? സ്റ്റീലിന് കഴിയും. പക്ഷേ എന്താണ് പ്രശ്നം? ഇറ്റ് ഈസ് നോട്ട് ഈസിലി സബ്ജക്റ്റഡ് ടു മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അത്ര പെട്ടെന്ന് തന്നെ മാഗ്നറ്റിക് ഇൻഡക്ഷനിലേക്ക് കൊണ്ടുവരിക എന്നത് വളരെ ശ്രമകരമായ ഒന്നാണ്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ്സ് സസെപ്റ്റിബിലിറ്റി ഈസ് വെരി ലോ. അവയുടെ വശകത വളരെ കുറവാണ്. സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം അവയെ മാഗ്നറ്റ് ആക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷേ ആ മാഗ്നറ്റൈസ് ചെയ്തു കഴിഞ്ഞാൽ അവ നിലനിർത്തുവാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. എന്നാൽ സോഫ്റ്റ് ആണെങ്കിൽ സസെപ്റ്റിബിലിറ്റി വളരെ കൂടുതലാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ കഴിയും? മാഗ്നറ്റ് ആക്കി മാറ്റാൻ കഴിയും. എന്നാൽ ആ ഒരു മാഗ്നറ്റൈസ് ചെയ്ത ആ കഴിവിനെ അവർക്ക് നിലനിർത്തുവാനുള്ള പ്രോപ്പർട്ടി വളരെ കുറവാണ്. അടുത്തതായി നോക്കേണ്ടത് പെർമിയബിലിറ്റി ആണ്. എന്താണ് പെർമിയബിലിറ്റി? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് സബ്സ്റ്റൻസസ് ടു പാസ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ത്രൂ ദം. കാന്തിക ബലരേഖകളെ വസ്തുക്കളിലൂടെ കടത്തി വിടുവാനുള്ള കഴിവിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചറിൽ നമുക്കത് മനസ്സിലാവും. രണ്ട് കാന്തങ്ങൾക്കിടയിൽ ഇരിക്കുന്ന ഒരു അയൺ പീസാണ്, അല്ലെങ്കിൽ ഒരു വസ്തുവാണ്. ആ വസ്തുവിലൂടെ എന്ത് കടന്നു പോകുന്നുണ്ട്? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കടന്നു പോകുന്നുണ്ട്. മാത്രമല്ല, ദ എബിലിറ്റി ഓഫ് സോഫ്റ്റ് അയൺ ടു പെർമിറ്റ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ത്രൂ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എയർ. എയറിനേക്കാളും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ, കാന്തിക ബലരേഖകളെ കടത്തിവിടുവാൻ കഴിവുള്ളത് സോഫ്റ്റ് അയണിനാണ്, പച്ചിരുമ്പിനാണ്. അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് മോർ ഈസിലി ത്രൂ സോഫ്റ്റ് അയൺ ദാൻ എയർ. എയറിനേക്കാളും കൂടുതൽ, വളരെ എളുപ്പത്തിൽ തന്നെ പച്ചിരുമ്പിലൂടെ എന്ത് പോകുന്നു, എന്ത് സഞ്ചരിക്കുന്നു? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, കാന്തിക ബലരേഖകൾ സഞ്ചരിക്കുന്നു. The magnetic compass is not made by arranging magnetic needle inside a soft iron case. ഒരു പച്ചിരുമ്പ് കേസിനുള്ളിൽ മാഗ്നറ്റിക് നീഡിലിനെ അറേഞ്ച് ചെയ്തല്ല മാഗ്നറ്റിക് കോമ്പസിനെ ഉണ്ടാക്കുന്നത്. ഒരു പച്ചിരുമ്പ് കേസിനുള്ളിൽ ഒരിക്കലും ഒരു കാന്ത സൂചിയെ വെച്ചല്ല ഒരു കാന്തിക കോമ്പസ് നിർമ്മിക്കുന്നത്. മാഗ്നറ്റിക് നീഡിൽസ് ആർ യൂഷ്വലി ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. കാന്തിക സൂചികൾ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആണ്, കൃത്രിമ കാന്തങ്ങളാണ്. അലോയ്സ് ആർ യൂസ്ഡ് ടു മേക്ക് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. ലോഹ സങ്കരങ്ങൾ ഉപയോഗിച്ചാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്, കൃത്രിമ മാഗ്നറ്റ്സ് നിർമ്മിക്കുന്നത്. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇലക്ട്രോ മാഗ്നറ്റ്സ് അഥവാ എന്താണ്, വൈദ്യുത കാന്തങ്ങൾ. ഇലക്ട്രോ മാഗ്നറ്റ്സ് ക്യാൻ ബി മെയ്ഡ് ബൈ പാസിംഗ് ഇലക്ട്രിക് കറന്റ് ത്രൂ ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൗണ്ട് ഓൺ എ സോഫ്റ്റ് അയൺ പീസ്. ഒരു പച്ചിരുമ്പ് പീസിൽ ചുറ്റിയിരിക്കുന്ന കവചിത ചെമ്പു കമ്പിയിലൂടെ കറണ്ട് കടത്തിവിടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ഒരു മാഗ്നറ്റ് ഉണ്ടാകുന്നു.
അതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അവിടെ ഒരു മാഗ്നറ്റൈസേഷൻ വരുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റ്സ് അഥവാ വൈദ്യുത കാന്തങ്ങൾ എന്ന് പറയുന്നത്. The strength of electromagnets made in this way depends on, അങ്ങനെ നിർമ്മിക്കുന്ന വൈദ്യുത കാന്തങ്ങളുടെ ശക്തി എത്രത്തോളമാണ് എന്നത് എന്തിനെയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എന്നതാണ് നമുക്ക് നോക്കേണ്ടത്. The number of turns of coiled conductor, ആ ഒരു കമ്പിച്ചുരുളുകളുടെ എണ്ണം. സെക്കൻഡ് വൺ, ദ സ്ട്രെങ്ത് ഓഫ് ദി കറണ്ട്, നമ്മൾ എത്രത്തോളം ഇലക്ട്രിസിറ്റിയാണ് അവിടെ നൽകുന്നത്, ആ ഇലക്ട്രിസിറ്റിയുടെ ശക്തി എത്രയാണ്, അപ്പോൾ അതിനനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന എന്താണ് മാഗ്നറ്റിസത്തിനും പവർ കൂടുതലായിരിക്കും. ആൻഡ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സോഫ്റ്റ് അയൺ പ്ലേസ്ഡ് ഇൻസൈഡ് ദ കോയിൽ, ആ ഒരു കോയിലിൽ വെച്ചിരിക്കുന്ന എന്തിൻ്റെ, സോഫ്റ്റ് അയണിൻ്റെ പച്ചിരുമ്പിൻ്റെ ചെയ്ത തല വിസ്തീർണം എത്രത്തോളമാണ്, അതിനെയും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എത്രത്തോളം മാഗ്നറ്റിസം അവിടെ ഉണ്ടാകും എന്ന് തീരുമാനിക്കുന്നത്. ഓൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആർ ടെമ്പററി മാഗ്നറ്റ്സ്, എല്ലാ വൈദ്യുത കാന്തങ്ങളും ടെമ്പററി മാഗ്നറ്റ്സ് ആണ്, താൽക്കാലിക കാന്തങ്ങളാണ്. ഇഫ് ദ കറണ്ട് സീസസ് എനി ടു ദ ഫ്ലോ, ദ മാഗ്നറ്റിസം ഓഫ് ദ സോഫ്റ്റ് അയൺ കോർ ഈസ് ലോസ്റ്റ്. ഇവിടെ നൽകുന്ന ഇലക്ട്രിസിറ്റി തടസ്സപ്പെട്ടാൽ എന്ത് സംഭവിക്കുന്നു, കോറായി വെച്ചിരിക്കുന്ന സോഫ്റ്റ് അയണിന്റെ കാന്തശക്തി നഷ്ടപ്പെടുന്നു. ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഈ ഒരു ചാപ്റ്ററിലെ ലെറ്റസ് എക്സിലെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ എ ബി ഈസ് എ ബാർ മാഗ്നറ്റ്, CD is a soft iron rod placed near the end B. Write down which of the poles developed at the end C and D. ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് ഒരു ബാർ മാഗ്നറ്റ് എ ബി ആണ്. അതിന് താഴെയായിട്ട് CD എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് അയൺ കോർ നൽകിയിട്ടുണ്ട്. ചോദ്യം എന്ന് പറയുന്നത് ബിയിൽ ഉണ്ടാകുന്ന പോൾ ഏത്, സിയിലും ഡിയിലും അപ്പോൾ ഏത് പോൾ ആയിരിക്കും, എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എ നോർത്ത് ആയതുകൊണ്ട് ബി എന്താവാം, സൗത്ത് ആവാം. മാഗ്നറ്റിന്റെ സൗത്ത് പോളാണ് ബി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവരെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ആരായിരിക്കണം, സി എന്ന് പറയുന്നത് നോർത്ത് ആവണം, ഡി എന്ന് പറയുന്നത് സൗത്ത് ആവണം. എന്നാൽ ഇവർ റിപ്പല് ചെയ്യണമെങ്കിൽ സി എന്ന് പറയുന്നത് സൗത്തും ഡി എന്ന് പറയുന്നത് നോർത്തും ആവണം. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫിഗർ എ ആൻഡ് ബി ഷോസ് ടു അയൺ നെയിൽസ് ഈച്ച് ഹാങ്ങിങ് ഫ്രം എ ബാർ മാഗ്നറ്റ് ആൻഡ് എ യു ഷേപ്ഡ് മാഗ്നറ്റ്. എയും ബിയും ഫിഗർ കാണിക്കുന്നത് രണ്ട് ആണികൾ ഒരു യു ഷേപ്ഡ് മാഗ്നറ്റിൽ നിന്നും ഒരു ബാർ മാഗ്നറ്റിൽ നിന്നും ഹാങ് ചെയ്ത് കിടക്കുന്നതാണ്. ചോദ്യം എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ കറക്റ്റ് പിക്ചർ ഇൻ എ ആൻഡ് ബി. എ ആൻഡ് ബിയിൽ കറക്റ്റ് പിക്ചർ ഏതാണ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ, എന്തുകൊണ്ട് അത് ശരിയായി നോക്കാം. എ എന്ന് പറയുന്ന ഫിഗറിൽ ഒരു ബാർ മാഗ്നറ്റ് ആണ്, അതിൻ്റെ ഒരറ്റം എന്ന് പറയുന്നത് നോർത്താണ്. ഓക്കെ, ഈ നോർത്തിൽ നിന്ന് ഹാങ് ചെയ്യുന്ന രണ്ട് ആണികൾ സ്വാഭാവികമായിട്ടും ഈ അറ്റം എന്ന് പറയുന്നത് സൗത്ത് ആണ്, കാരണം ഓപ്പോസിറ്റ് പോൾ ഉണ്ടെങ്കിൽ മാത്രമേ അട്രാക്ട് ചെയ്യുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും ഈ രണ്ട് ഏരിയ എന്ന് പറയുന്നത് നോർത്ത് ആയിരിക്കും. ഈ രണ്ട് നോർത്ത് ആകുമ്പോൾ നോർത്ത് പോൾ, രണ്ട് ലൈക്ക് പോൾസ് എപ്പോഴും റെപ്പല് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് ഇങ്ങനെ നിൽക്കുകയേ ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ഇതിൽ നിന്ന് ഏത് ഫിഗർ ആയിരിക്കും ശരി? തേർഡ് ഫിഗർ ആണ് ഫിഗർ എയിൽ ശരി എന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡ് ബി എന്ന് പറയുന്ന ആ ഒരു ഫിഗറിൽ നോക്കാം, ഒരു യു മാഗ്നറ്റ് ആണ്. യു മാഗ്നറ്റിൽ നോർത്തും സൗത്തും ഉണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ആണി ഹാങ് ചെയ്തിടുമ്പോൾ ഇവിടെ എന്തായിരിക്കും, സൗത്ത് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് നോർത്ത് ആയിരിക്കും. നോർത്തും സൗത്തും ഓവളിൻ്റെ അഗ്രം എന്ന് പറയുന്നത് ഇവിടെ നോർത്ത് ആവും, ഇവിടെ സൗത്ത് ആവും. സോ ഇവരെന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. സോ അവരിങ്ങനെ ഒരു വി രൂപത്തിൽ കിടക്കും. അപ്പം ഇവിടെ ഏത് ഫിഗർ ആയിരിക്കും ശരിയെന്ന് പറയുന്നത്? സെക്കൻഡ് ഫിഗർ ആയിരിക്കും ശരിയെന്ന് പറയുന്നത്. എയിൽ തേർഡ് ഫിഗറും ബിയിൽ സെക്കൻഡ് ഫിഗറും. കാരണം എന്താണ്, ലൈക്ക് പോൾസ് എന്ത് ചെയ്യുന്നു, എപ്പോഴും റെപ്പല് ചെയ്ത് നിൽക്കുന്നു. അൺലൈക്ക് പോൾസ് എപ്പോഴും അട്രാക്ട് ചെയ്ത് നിൽക്കുന്നു. തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. യു ആർ ഗിവൺ എ സോഫ്റ്റ് അയൺ പീസ്, എ സ്റ്റീൽ പീസ് ഓഫ് ദ സെയിം സൈസ്, ഇൻസുലേറ്റഡ് കോപ്പർ വയർ ആൻഡ് എ ബാറ്ററി. നമുക്ക് സോഫ്റ്റ് അയൺ പീസ് ഉണ്ട്, ഒരു പച്ചിരുമ്പിൻ്റെ പീസുണ്ട്, ഒരു ഉരുക്കിൻ്റെ അതേ സൈസിലുള്ള ഒരു ഉരുക്കിൻ്റെ പീസുണ്ട്, ഒരു കവചിത ചെമ്പ് കമ്പിയുണ്ട്, ആൻഡ് ഓൾസോ ഒരു ബാറ്ററി ഉണ്ട്. ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഹൗ എ സ്ട്രോങ് പെർമനന്റ് മാഗ്നറ്റ് ക്യാൻ ബി മെയ്ഡ്, എങ്ങനെയാണ് ശക്തിയേറിയ സ്ഥിരകാന്തം നിർമ്മിക്കുന്നത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്ത് ചെയ്യുക, സ്റ്റീലിൻ്റെ പീസ് എടുക്കുക, ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഇതിൽ ചുറ്റുക, കറണ്ട് കൊടുക്കുക, സ്ട്രോങ് മാഗ്നറ്റ്. എന്ത് ചെയ്യുക, ആദ്യം എന്തൊക്കെയാണ്, സ്റ്റീൽ പീസ് എടുക്കുക, അതിലേക്ക് ഇൻസുലേറ്റഡ് കോപ്പർ വയർ ചുറ്റുക, വൗണ്ട് ചെയ്യുക, എന്ത് ചെയ്യുക, ഇലക്ട്രിസിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ബാറ്ററി ഉപയോഗിച്ച് കറണ്ട് കൊടുക്കുക. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, സ്ട്രോങ് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാവുന്നു. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സജസ്റ്റ് എ മെത്തേഡ് ടു മേക്ക് എ ടെമ്പററി മാഗ്നറ്റ്. എങ്ങനെയാണ് ഒരു താൽക്കാലിക കാന്തം നിർമ്മിക്കുന്നത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ ആരെടുക്കുക, സോഫ്റ്റ് അയൺ പീസിനെ എടുക്കുക, സോഫ്റ്റ് അയണിനെ എടുക്കുക, എന്ത് ചെയ്യുക, ഇൻസുലേറ്റഡ് കോപ്പർ വയർ ബൗണ്ട് ചെയ്ത് കൊടുക്കുക, ഇൻസുലേറ്റഡ് കോപ്പർ വയറിനെ വൗണ്ട് ചെയ്യുക, ആൻഡ് ഓൾസോ എന്ത് ചെയ്യുക, ഇലക്ട്രിസിറ്റി കൊടുക്കുക, ടെമ്പററി മാഗ്നറ്റ് ആയി.
ഫോർത്ത് ക്വസ്റ്റ്യൻ, ക്യാൻ യു ബിൽഡ് എ കോമ്പസ്? ഒരു കോമ്പസ് നിർമ്മിക്കുവാൻ കഴിയുമോ? എങ്ങനെ? ബൈ അറേഞ്ചിങ് എ മാഗ്നറ്റിക് നീഡിൽ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് റൊട്ടേറ്റ്സ് ഫ്രീലി ഇൻസൈഡ് ആൻ അയൺ കേസ്. ഒരു അയൺ കേസിനുള്ളിൽ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു മാഗ്നറ്റിക് നീഡിലിനെ, ഒരു കാന്തിക സൂചിയെ വെച്ച് ഒരു കോമ്പസ് നിർമ്മിക്കുവാൻ കഴിയുമോ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്, കഴിയില്ല. കാരണം എന്താണ്? അയൺ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ആൻഡ് ഓൾസോ മാഗ്നറ്റിക് നീഡിൽ എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. സോ ഇവർക്ക് ഫ്രീ ആയിട്ട് ഇതിനകത്ത് മൂവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കോമ്പസ് ഉണ്ടാക്കുന്നത് പോസിബിൾ അല്ല. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, in an exhibition a plastic car with an iron piece fixed inside it is made to run on a wooden table by sliding a strong magnet below it. ഒരു അയൺ പീസ് ഫിക്സ് ചെയ്ത, അയൺ പീസ് വെൽഡ് ചെയ്ത ഒരു പ്ലാസ്റ്റിക് കാർ, അതിനെ ഒരു വുഡൻ ടേബിളിൽ സ്ട്രോങ് മാഗ്നറ്റിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു? സ്ലൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, സ്ലൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു എക്സ്പെരിമെന്റ് ഫെയിൽ ആവുകയാണ്. ദ എക്സ്പെരിമെന്റ് ഫെയിൽഡ് വെൻ എ സ്റ്റീൽ ടേബിൾ വാസ് യൂസ്ഡ് ഇൻസ്റ്റെഡ്. ഒരു വുഡൻ ടേബിളിന് പകരം നമ്മളൊരു സ്റ്റീൽ ടേബിൾ ഉപയോഗിക്കുമ്പോൾ ആ ഒരു എക്സ്പെരിമെന്റ് ഫെയിൽ ആവുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഉത്തരമെന്ന് പറയുന്നത് ദ സ്റ്റീൽ ഹാസ് ഹൈ പെർമിയബിലിറ്റി. സ്റ്റീൽ എന്ന് പറയുന്ന വസ്തുവിന് പെർമിയബിലിറ്റി കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഈ പെർമിയബിലിറ്റി കൂടുതലുണ്ട്. ഈ സ്ട്രോങ് മാഗ്നറ്റ് എന്ത് ചെയ്യുന്നു? ഈ ഒരു വസ്തുവിനെ കട്ടിയിൽ പിടിച്ചു നിർത്തുന്നു. അതായത് ബുദ്ധിമുട്ടാണ് ആ ഒരു വസ്തുവിനെ നീക്കാനായിട്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു എക്സ്പെരിമെന്റ് ഫെയിൽ ആയത്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ വഴി എന്നോട് ചോദിക്കാം. അപ്പം മറ്റൊരു ക്ലാസ്സുമായി കാണുന്നത് വരെ ബൈ, താങ്ക് യു.